2026 മാർച്ച് 4 ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പുലർച്ചെ 5 മണിയോടടുത്ത് ഇറാന്റെ യുദ്ധക്കപ്പലിൽ നിന്നു ഒരു അടിയന്തര സന്ദേശം പുറത്തുപോയി. അത് ഇറാന്റെ യുദ്ധക്കപ്പൽ അരിസ് ഡിനയിൽ നിന്നുള്ള അവസാന ഡിസ്ട്രെസ് കാൾ ആയിരുന്നു. ശ്രീലങ്കയിലെ ഗാലെ തീരത്തിന് സമീപം അന്താരാഷ്ട്ര കടലിൽ യാത്ര ചെയ്തിരുന്നു ഈ ഫ്രിഗേറ്റ് യുദ്ധക്കപ്പലിൽ ഏകദേശം 180 നാവികർ ഉണ്ടായിരുന്നു. ഒരു നിമിഷം സമുദ്രത്തിന്റെ അടിയിൽ ഒളിച്ചിരുന്ന അമേരിക്കൻ അന്തർവാഹിനി USS ചാർലറ്റ് മാർക്ക് 48 എന്ന ടോർപീഡോ വിക്ഷേപിച്ചു. ഏതാനും നിമിഷങ്ങൾക്കകം ഒരു വലിയ സ്ഫോടനം. ആ ആക്രമണത്തിൽ അരിസ് ഡിന 2 മിനിറ്റിനുള്ളിൽ ഒരു പൊട്ടിത്തെറിയോടെ കടലിന്റെ അടിയിലേക്ക് മുങ്ങി. പിന്നീട് രക്ഷാപ്രവർത്തനത്തിൽ 30ഓളം നാവികരെ മാത്രമാണ് രക്ഷിക്കാനായത്. പലരും കടലിൽ തന്നെ കാണാതെ ആയി. 2026 ഫെബ്രുവരിയിൽ ഇന്ത്യയിലെ വിശാഖപട്ടണം തുറമുഖത്തിൽ നടന്ന ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂ 2026 പരിപാടിയിൽ പങ്കെടുത്തു മടങ്ങുന്ന വഴിയാണ് US ആക്രമണം. അപകടം നടന്ന ഉടൻ ശ്രീലങ്കൻ നേവിയും എയർഫോഴ്സും രക്ഷാപ്രവർത്തനം നടത്തി. രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം അമേരിക്കൻ മുങ്ങിക്കപ്പലിൽ നിന്നും ടോർപീഡോ ഉപയോഗിച്ച് ഒരു യുദ്ധക്കപ്പൽ തകർത്ത ആദ്യ സംഭവമായി മാറി. US-നും ഇസ്രായേലിനും വെല്ലുവിളി ഉയർത്തിയ ഇറാന്റെ ഷഹദിനെ പറ്റി അടുത്ത വീഡിയോയിൽ